നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഇരയിലെ സായി ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന ബഡ് സ്കൂളിന് മന്ത്രി സി രവീന്ദ്രനാഥ് തറക്കല്ലിട്ടു. പാലിയേറ്റീവ് ദിനം പുല്ലൂർപെരിയയിലും കോടോമ്പേളൂരും വിവിധ പരിപാടികൾ നടന്നു. ഗുരുകുല പഠനത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സംഗീതജ്ഞൻ KG ജയൻ. നവോദയ വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പുതിയ പുസ്തകം പുതിയ വായനാ പദ്ധതിക്ക് തുടക്കം. അതിയാമ്പൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ പുസ്തക ചർച്ച നടന്നു. അടൂട്ട് വലിയ തൈവളപ്പ് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യൻകെട്ടുത്സവം ഏപ്രിൽ നടക്കും. ഒരുക്കങ്ങൾ തുടങ്ങി. ഓലമെടയേൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ചെമ്മട്ടംവയൽ സയൻസ് പാർക്കിന് സമീപം നടന്ന ചടങ്ങിൽ മന്ത്രി സി രവീന്ദ്രനാഥ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് അക്കാദമി കാഞ്ഞങ്ങാട്ട് കൊണ്ടുവന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജില്ലയിൽ നിന്ന് മിടുക്കന്മാരെ സൃഷ്ടിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കാസർഗോഡ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് കോച്ചിംഗ് മാത്രമല്ല, മറ്റു പരിശീലനങ്ങളും ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നിറഞ്ഞ കയ്യടികളോടെയാണ് കാഞ്ഞങ്ങാട്ടെ പൗരാവലി സ്വീകരിച്ചത്. സിവിൽ സർവീസ് അക്കാദമി മറ്റ് പല ജില്ലകളിലും വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇത് രണ്ടും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ മേഖല പോലെ ലോകത്തിൻ്റെ മാതൃകയാക്കി ലോകത്തിൻ്റെ നെറുകയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു കർമ്മ പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു. കോളേജുകളെയും സർവകലാശാലകളെയും ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും എല്ലാം ചേർത്ത് സമഗ്രമായിട്ടുള്ളൊരു പരിപാടി തയ്യാറാക്കി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ തീരുമാനിച്ചു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഡോക്ടർ GS ഗിരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി കരുണാകരൻ എം പി മുഖ്യാതിഥിയായി. MLA-മാരായ M രാജഗോപാലൻ, K കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, RDO PK ജയശ്രീ എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP ജാനകി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ, ഗംഗാ രാധാകൃഷ്ണൻ, MP ജാഫർ, TB ഭാഗീരഥി, N ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാൻ BB രമേശൻ സ്വാഗതവും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ മഹമ്മൂദ് മുറിയനാവി നന്ദിയും പറഞ്ഞു. ഇരയിലെ സായി ഗ്രാമത്തിൽ ബഡ് സ്കൂളിന്റെ നിർമ്മാണം തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് തറക്കല്ലിടൽ നിർവഹിച്ചു. ഇരിയയിലെ സായി ഗ്രാമത്തിൽ ബഡ്സ് സ്കൂളിന് തറക്കല്ലിട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 36 കുടുംബങ്ങൾക്കാണ് സായി ഗ്രാമത്തിൽ വീടുകൾ നൽകുന്നത്. 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ വിതരണം നിർവഹിക്കും. സായി ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ബഡ്സ് സ്കൂളിന് തറക്കല്ലിട്ടു. എന്നാൽ നമ്മുടെ ലോകത്ത് മൊത്തമുള്ള വെള്ളത്തിന്റെ അളവിന് ഇഷ്ടവും തന്മാത്രയുടെ അളവും ഒരു കുറവും ഇല്ലാതെ ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം എന്തെങ്കിലും കുറേശ്ശെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ചുകൊണ്ടാണ് എന്ന ഉത്തരത്തിലേക്ക് നമ്മളെ എത്തിക്കണം. എങ്കിൽ നമ്മുടെ കടമയാണ് ആവാസ വ്യവസ്ഥകളെ പുനഃസൃഷ്ടിക്കലാണ് നമ്മുടെ ജീവിത ചുമതല, ജീവിതമാണ്. ആ പ്രകൃതി സന്ദേശം നൽകുന്ന ഒരു ധന്യമായ പരിപാടി
കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, പുല്ലൂർപ്പെരിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, ദാമോദരൻ ആർക്കിടെക്ട് അഡ്വക്കേറ്റ് K മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർപ്പെരിയ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പെരിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പാലിയേറ്റീവ് ദിനം ആചരിച്ചത്. പുല്ലൂർപ്പെരിയ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചത്. പെരിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി പാലിയേറ്റീവ് അംഗം കണ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓണം വന്നാലും വിഷു വന്നാലും അവർക്ക് പലതരത്തിലുള്ള കിറ്റുകൾ, അതുപോലെ തന്നെ സമ്പന്ന പരിചരണ പരിപാടികൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ആവേശം, ആ ഒരു സന്തോഷം ഇവിടെ പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് പാലിയേറ്റീവ് പ്രവർത്തകയായിട്ടുള്ള നാരായണിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള പദ്ധതി. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി പെരിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് സംഗമം സ്നേഹക്കൂട് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് M ഗൗരി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജ്മോഹൻ, P കൃഷ്ണൻ, ഉഷ, വേലായുധൻ, വാസന്തി തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് അംഗങ്ങൾക്കുള്ള കിറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മജീഷ്യൻ ബാബുവിന്റെ മാജിക് ഷോ ഏറെ ശ്രദ്ധേയമായി. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ആരോ വരുന്നുണ്ട്, നീ വേഗം ചെന്ന് ചായയുമായിട്ട് വാ. നമസ്കാരം. അല്ല, ഇതാരും ബ്രോക്കറോ? ബ്രോക്കറിന്റെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കയറി വന്നോളൂ. നാശം. ഇതാ ചായ കുടിക്ക്. നല്ല ചായ. എന്ത് പാലാ? പശുവും പാലാണോ? അല്ല, മിൽക്കാനയുടേതാ. ദൈവമേ, ആനപ്പാല് ഉറങ്ങിയോ? മുംബൈയിൽ വെച്ച് നടന്ന റിലയൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കൊച്ചി പരമ്പള്ളി നഗർ സ്കൂളിനു വേണ്ടി കളിച്ച അഭിജിത്തിനെ അനുമോദിച്ചു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. മുംബൈയിൽ വെച്ച് നടന്ന റിലയൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കൊച്ചി പനമ്പള്ളി നഗർ സ്കൂളിനു വേണ്ടിയായിരുന്നു അഭിജിത്ത് KP കളിച്ചത്. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു അഭിജിത്തിനെ അനുമോദിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹ്മൂദ് മുറിയനാവി അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് നേരത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റെഡ് സ്റ്റാർ ക്ലബ്ബ് നടത്തിയ ഒരു കോച്ചിങ് ക്യാമ്പിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാഞ്ഞങ്ങാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരം പ്രഭാരേട്ടൻ നിന്നാണ് അത് നേടിയത് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു കാലത്ത് കാഞ്ഞങ്ങാട്ട് ഫുട്ബോൾ മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ഒരു താരമായിരുന്നു പ്രഭാരേട്ടൻ. ഞാനൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ്
ബാക്ക് ലൈനിലെ പൂട്ടു എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറ്. ഫുട്ബോൾ ഗ്രൗണ്ടിലെ പൂട്ടു അദ്ദേഹമായിരുന്നു. ക്ലബ് വൈസ് പ്രസിഡന്റ് എൻ സുധീഷ് അധ്യക്ഷനായി. കെ സാവിത്രി, മുരളീധരൻ, ടി വി അജിത് കുമാർ, കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേരള റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ഹോസ്റ്റൂർ MLA ഇ ചന്ദ്രശേഖരന്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന റവന്യൂ മന്ത്രിയും ഹോസ്റ്റൂർ MLAയുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് അനുവദിക്കാൻ കഴിയുന്ന പരമാവധി ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതിലാണ് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും ശക്തിപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരു ബൃഹത്തായ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ അതിൻ്റെ ഒന്നും ദീർഘമായ വിശദീകരണത്തിന് ഇവിടെ നിൽക്കുന്നില്ല. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ജനങ്ങളുടെ വലിയ തോതിലുള്ള ഇടപെടലും സഹായവും അനിവാര്യമാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ, കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, ഗംഗാ രാധാകൃഷ്ണൻ, MP ജാഫർ, TV ഭാഗീരഥി, H റംഷീദ്, പ്രകാശ് കുമാർ, P നാരായണൻ, CK ബാബുരാജ്, PP രാജു, അഡ്വക്കേറ്റ് CV ദാമോദരൻ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, AK അബ്ദുൾ റഹ്മാൻ, PV ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് കാട്ടുകുളങ്ങരയിലെ വൈഗാ സംഘ് കൃഷി ഗ്രൂപ്പ് പ്രവർത്തകർ ഇറക്കിയ ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ. ഒരേക്കർ സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് കാട്ടുകുളങ്ങര വൈഗാ സംഘ് കൃഷി ഗ്രൂപ്പാണ് ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്തിരിക്കുന്നത്. വെള്ളരി, കക്കിരി, മത്തൻ, പടവലം, പച്ചമുളക്, മധുരക്കിഴങ്ങ്, ചീര, വെണ്ട, പയർ, കയ്പ, നരമ്പൻ എന്നിവയാണ് വൈഗാ സംഘ് കൃഷി ഗ്രൂപ്പ് പ്രവർത്തകർ കൃഷിയിറക്കിയത്. വാർഡ് മെമ്പർ മാധവൻ മാസ്റ്റർ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരേക്കർ സ്ഥലത്താണ് ഇവർ ജൈവ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുന്നത്. ശാരദ A, സരോജിനി, ബേബി, രോഹിണി, നാരായണി, ഭവാനി, സരോജിനി, സിന്ധു, കമലാക്ഷി, രമാദേവി, ജാനു, ഗൗരി തുടങ്ങിയവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ഗുരുകുല പഠനത്തിന്റെ ഓർമ്മകൾ പങ്കിട്ട സംഗീതജ്ഞൻ KG ജയൻ. നവോദയ വിദ്യാലയത്തിൽ 5ാമത് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ പഴയകാല ഗുരുകുല പഠനത്തിന്റെ ഓർമ്മകൾ പങ്കിട്ടപ്പോൾ കേട്ടുനിന്നവർക്ക് അത് വേറിട്ട അനുഭവമായി. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിലെ 5ാമത് ബാച്ചിന്റെ 25ാം വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമസ്കാരത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ എനിക്കിവിടെ വരാനും നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുവാനും സാധിച്ചത് ഗുരുനാഥന്റെ കടാക്ഷം ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ സംഗീതമാണ് പ്രധാനപ്പെട്ട വിഷയമായി പഠിക്കുവാൻ സാധിച്ചത്. മറ്റ് പഠിപ്പുകൾ ഒന്നും ശരിയായിട്ട് പൂർത്തിയാക്കുവാനൊന്നും സാധിച്ചില്ല. മഹാരഥന്മാരായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കും ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ കീഴിൽ സംഗീതം പഠിച്ചതിന്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഗുരുനാഥനെ ഈശ്വരതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുത്വമുണ്ടെങ്കിലേ ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുകയുള്ളൂ. ശ്രീകോവിൽ നട തുറന്നു എന്ന തന്റെ ഗാനം ശബരിമലയിൽ ഉണർത്തുപാട്ടായി ദേവസ്വം ബോർഡ് അംഗീകരിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നുവെന്ന് KG ജയൻ പറഞ്ഞു. ശാരീരിക അവശതകൾ മറന്നും അദ്ദേഹം ആ ഗാനം പാടിയപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് അത് ഏറ്റുവാങ്ങിയത്. ഉദരേ ദിവ്യ
കാൽനൂറ്റാണ്ടിന് ശേഷമാണ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ 5ാമത് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കാനെത്തിയത്. നവോദയ പ്രിൻസിപ്പാൾ KM വിജയകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ പ്രിൻസിപ്പാൾ ജോർജ് ജോസഫ്, വൈസ് പ്രിൻസിപ്പാൾ മിനി സോമൻ, അലുമിനി അസോസിയേഷൻ കോർഡിനേറ്റർ KM രാജേഷ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേളയും അരങ്ങേറി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 2016-17 വർഷത്തെ പുതിയ പുസ്തകം പുതിയ വായനാ പദ്ധതിക്ക് തുടക്കമായി. അതിയാമ്പൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ പുസ്തക ചർച്ച നടന്നു. പല കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുതിയ സമീപനങ്ങൾ, മാറി വരുന്ന സമീപനങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ കഥകളും നോവലുകളും കഴിഞ്ഞ നമ്മുടെ വിസ്മരണ മുഹൂർത്തം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരമുള്ള ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് എഴുതിയ രാധ പോലുള്ള നോവലുകളിലുണ്ട് ഒരുപാട് വിഭിന്നമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട് സ്ത്രീകളോടുള്ള സമീപനം പോലും മാറ്റിയിട്ടുണ്ട് പോകുന്നുണ്ട് കഥകളിൽ. അതിന് ഉദാഹരണം എനിക്ക് അവസാനം മാതൃഭൂമി ആഴ്ചയിൽ വന്ന ഓട്ടോറിക്ഷക്കാരനായ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ 2016-17 വർഷത്തെ പുതിയ പുസ്തകം പുതിയ വായനാ പദ്ധതിക്ക് തുടക്കമായി. അതിയാമ്പൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദന്റെ കുടനന്നാക്കുന്ന ചോയ് എന്ന നോവലിനെ കുറിച്ച് പുസ്തക ചർച്ച നടന്നു. AK നാരായണൻ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുണ്ടോ? വായനക്ക് ഒരു ഘടനമില്ല. വായന നമ്മുടെ നിത്യജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ്. എന്തെങ്കിലും നമ്മൾ വീട്ടിലായാലും പരിസരത്തിലായാലും നടത്തായാലും പുറത്തായാലും കിട്ടിയാൽ അറിയാതെ നോക്കും എന്താ. P. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. CP ശുഭ ചർച്ചാവതരണം നടത്തി. കല്ലിങ്കാൽ GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു വട്ടം കൂടി ഒത്തുകൂടി. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒരുക്കിയ കലാപരിപാടികൾ ശ്രദ്ധേയമായി. കല്ലിങ്കാൽ GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒരു കുടക്കീഴിൽ വീണ്ടും ഒത്തുകൂടിയത്. വിപുലമായ പരിപാടികളോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. ഡോക്ടർ CK നാരായണ പണിക്കർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. K നാരായണൻ അധ്യക്ഷനായി. P കൃഷ്ണൻ, M ഗംഗാധരൻ, കമലാക്ഷൻ കൊളവയൽ, KV നാരായണൻ, MV ശ്രീധരൻ, നിഷാന്ത് VV, ഹെഡ്മിസ്ട്രസ് ലളിതാകുമാരി, PTA പ്രസിഡന്റ് മധു കൊളവയൽ, ഷിജു പൊയ്യക്കര, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. നഗരത്തിൽ തിരുനാൾ പ്രദക്ഷിണം സംഘടിപ്പിച്ചു. തിരുനാൾ പ്രദക്ഷിണ ഘോഷയാത്രയ്ക്ക് മുത്തുക്കുടകളും ദീപാലങ്കാരങ്ങളും മാറ്റുകൂട്ടി. പാലിയേറ്റീവ് കെയർ ദിനാചരണം കോടമ്പളൂർ പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ നടന്നു. കോടമ്പളൂർ പഞ്ചായത്ത് തല പാലിയേറ്റീവ് ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. എണ്ണപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് C. കുഞ്ഞിക്കണ്ണൻ പാലിയേറ്റീവ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്ത് പഴയ കാലഘട്ടം പരിശോധിക്കുമ്പോൾ വീട്ടിൽ അച്ഛനമ്മേനെ നോക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറി. 2017 നിൽക്കുമ്പോൾ
വീട്ടിലെ അച്ഛനും വേണ്ട, അമ്മേനും വേണ്ട, ആരും വേണ്ട. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. പണമുള്ള ആളുകൾ ലണ്ടനും അമേരിക്കയും എല്ലാം പോയിട്ട് സ്വന്തം അച്ഛനും അമ്മേനും കൊണ്ട് ആശ്രമത്തിൽ വിട്ടിട്ടാണ് നമ്മൾ സൂചിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൂപേഷ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോൺ, പാലിയേറ്റീവ് നഴ്സ് ഷാൻഡി തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹനൻ ക്ലാസ് എടുത്തു. രോഗി ബന്ധു സംഗമവും നടന്നു. പാലിയേറ്റീവ് അംഗങ്ങൾക്ക് അരി, പുതപ്പ്, പായ തുടങ്ങിയവ വിതരണം ചെയ്തു. JCI ചുള്ളിക്കരയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് അംഗങ്ങൾക്ക് പുതപ്പ് വിതരണം ചെയ്തു. കോടോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. RK കവായി അവതരിപ്പിച്ച മാജിക് ഷോ ശ്രദ്ധേയമായി. അടൂട്ട് വലിയ തൈവളപ്പ് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് ഉത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഒലമടയിൽ ചടങ്ങ് നടന്നു. അടോട്ട് വലിയ തൈവളപ്പ് തറവാട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ഏപ്രിൽ 29 മുതൽ മെയ് 2 വരെ തീയതികളിൽ നടക്കും. തെയ്യങ്കെട്ട് ഉത്സവത്തിന് മുന്നോടിയായി ഓലമടയിൽ ചടങ്ങ് നടന്നു. നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് ഓലമടയിൽ സംഘടിപ്പിച്ചത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ M. വേണുഗോപാൽ നമ്പ്യാർ ഓലമടയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ പള്ളിക്കാപ്പിൽ നാരായണൻ, ജനറൽ കൺവീനർ N. ഭാസ്കരൻ, കുഞ്ഞിക്കണ്ണൻ കേളോത്ത്, ഹരിഹരൻ, കാര്യമ്പു മീങ്ങോത്ത്, M. പൊക്ലൻ, ഭാസ്കരൻ മാസ്റ്റർ, P. രാഘവൻ തുടങ്ങിയവർ നേതൃത്വമേകി. പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവിൽ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. ഐതിഹ്യ സമ്പന്നമായ പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവിൽ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ടോത്സവത്തിന് തുടക്കമായി. ബ്രഹ്മകലശോത്സവത്തിന് മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കരക്കക്കുണ്ട്, ആൽത്തറക്കാൽ, മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി വേഷങ്ങളും അണിനിരന്നു. ഘോഷയാത്രയ്ക്ക് വിവിധ നൃത്തരൂപങ്ങൾ മാറ്റുകൂട്ടി. 19 രാവിലെ 10:40 മുഖ്യദേവതയായ കണ്ണാങ്കോട്ട് ഭഗവതിയുടെ ആയുധപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. അന്നദാനവും ഉണ്ടാകും. 22, 23 തീയതികളിൽ കളിയാട്ടം നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഇരയിലെ സായി ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന ബഡ് സ്കൂളിന് മന്ത്രി C. രവീന്ദ്രനാഥ് തറക്കല്ലിട്ടു. പാലിയേറ്റീവ് ദിനം പുല്ലൂർ പെരിയയിലും കോടോംബേളൂരും വിവിധ പരിപാടികൾ നടന്നു. ഗുരുകുല പഠനത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സംഗീതജ്ഞൻ KG ജയൻ. നവോദയ വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ പുതിയ പുസ്തകം പുതിയ വായനാ പദ്ധതിക്ക് തുടക്കം. അതിയാമ്പൂർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ പുസ്തക ചർച്ച നടന്നു. അടൂട്ട് വലിയ തൈവളപ്പ് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് ഉത്സവം ഏപ്രിൽ നടക്കും. ഒരുക്കങ്ങൾ തുടങ്ങി. ഓലമടയിൽ ചടങ്ങ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.